UNA യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ കേരളത്തിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് 4 ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ ഉണ്ട്. പലരും അറിഞ്ഞു കാണില്ല. പലരും എന്ന് ഉദ്ദേശിച്ചത് നാട്ടുകാർ. കാരണം മീഡിയ ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. മീഡിയകളൊക്കെ തന്നെ അവർക്ക് ലക്ഷങ്ങൾ കോടികളുടെയൊക്കെ പരസ്യം കിട്ടുന്നതാണ്. അപ്പോൾ അവർക്ക് പല എന്താ പറയുക, ഇത്തരം മുതലാളിമാർ, കുത്തക മുതലാളിമാരുടെയൊക്കെ പരസ്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് ഇപ്പോൾ അവർ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള. കാരണം അവരുടെ പല ദുഷിച്ച വാർത്തകൾ ഇവർക്ക് മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട്, മറച്ചു വെച്ചിട്ടുമുണ്ട്. അതൊക്കെ മറ്റൊരു വിഷയം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് നേഴ്സുമാരോട് പറയും, നമുക്ക് എന്തിനാ ഈ മീഡിയ അല്ലേ? നമുക്ക് അങ്ങനെ ന്യൂസിലാൻഡ് മുതൽ അല്ലേ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, മിഡിൽ ഈസ്റ്റും കഴിഞ്ഞ് ഇതിലെങ്ങനെ യൂറോപ്പും കഴിഞ്ഞ് അങ്ങോട്ട് പോയി കാനഡ, അമേരിക്ക വരെ നമ്മുടെ ആളുകളൊക്കെ പിന്നെ എന്തിനാ ഈ ലോക്കൽ മീഡിയ നമ്മളൊന്ന് തുരിഞ്ഞിറങ്ങി എല്ലാവരും ഒന്ന് ഫേസ്ബുക്കിൽ അല്ലെ സോഷ്യൽ മീഡിയകൾക്കൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തിനീ മീഡിയ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ 4-ാം തീയതി നിർഭാഗ്യവശാൽ ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് പങ്കെടുക്കാനില്ല. നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഞാനും പങ്കെടുത്തേനെ. അതുകൊണ്ട് തന്നെ പങ്കെടുക്കാൻ തികച്ചും ഒരു ന്യായമായ ആവശ്യമാണ്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. നീതി കിട്ടിയില്ലെങ്കിൽ നീ തീ ആവുക എന്നാണല്ലോ. അതുകൊണ്ട് പോരാടുക. പിന്നെ നാട്ടുകാരോടായിട്ട് പറയാനുള്ളത്, സാലറി ചോദിച്ചിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. മിനിമം സാലറി ഇത്ര ആക്കണം എന്ന് പറഞ്ഞിട്ട് കോടതി ഉത്തരവുകളൊക്കെ ഒരുപാടുണ്ട്. 2016 തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ഉത്തരവ് സുപ്രീം കോടതി വിധിച്ചിട്ട് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. വേറെ പല വിഷയങ്ങളിലൊക്കെ എടുത്ത് ചാടി അല്ലേ, അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടല്ലോ അല്ലേ, സുപ്രീം കോടതി ഉത്തരവ് പെട്ടെന്ന് നടപ്പിലാക്കിയ വിഷയങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കിടന്നിക്കട്ടെ, ശബരിമല വിഷയങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ ഇവിടെ കൊണ്ടുവരണ്ട. അപ്പം മിനിമം സാലറിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ എന്തെല്ലാം സാധനങ്ങൾക്കാണ് വരുന്നത്, പ്രത്യേകിച്ചും പോസ്റ്റ് കോവിഡ് കാലഘട്ടം. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെല്ലാം സാധനങ്ങൾ പെട്ടെന്ന് വില കൂടി. ജീവിക്കണ്ടേ? മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഹോസ്പിറ്റൽ, സ്വകാര്യ ആശുപത്രികളിലെ ബില്ലുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക്, ഈ 5 വർഷത്തിനിടയ്ക്ക് എന്തെല്ലാം വേരിയേഷൻ വന്നു, എത്രമാത്രം ചാർജ് വർദ്ധിച്ചു ചികിത്സയ്ക്ക്. കോവിഡിന് മുമ്പ്, കോവിഡിന് ശേഷം ഒന്ന് ആലോചിച്ച്. അതേസമയം നമ്മൾ ശമ്പളത്തിന്, ഈ നേഴ്സുമാരുടെ ശമ്പളത്തിന് യാതൊരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇത്രയധികം ചൂഷണത്തിന് വിധേയരാകുന്ന മറ്റൊരു വിഭാഗം കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഈ പാവങ്ങളുടെ കൂടെ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. ഒരുപാട് സമരങ്ങൾ നയിച്ചും സമരങ്ങളിൽ പോരാടിയും തന്നെയാണ് ഇവിടെ വരെയൊക്കെ എത്തിയത്. അപ്പോൾ അതിൻ്റെ വിഷമം അറിയാം. ഇവരെ സംബന്ധിച്ച്, ഈ നഴ്സുമാരെ സംബന്ധിച്ച് ഈ ശമ്പളം കാത്തിരുന്ന ഒരുപാട് സങ്കട കഥകൾ, ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് ജീവൻ ഇതിന് പുറകിൽ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ ഇവരോട് സഹകരിക്കുക, ഇവരുടെ പോരാട്ടത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുകൂടി ആവശ്യപ്പെടുകയാണ്.